ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഗഡമ വ്ളോഗ്സ്. സഗഡമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് എവിടെയാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പം എന്തോ ചൂടല്ലേ, ഒരു രക്ഷയില്ലാത്തൊരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇപ്പം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കമ്മൽ കാണുന്നില്ലെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്നാ ചെയ്യാൻ പറ്റുന്നത്? വീട്ടിനകത്തിരിക്കാൻ മേല, പുറത്തോട്ടിറങ്ങാൻ മേല. അപ്പം ഞങ്ങളിത് ഇവിടെ ഏറ്റുമാനൂർ ഒരു തണലോരോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കുക. പുറത്തോട്ട് ഭയങ്കര ചൂടാണ്, ചിരുവഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണൽ. കുറേ നേരം ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാനും എല്ലാം പറ്റിയൊരു നല്ല ഏരിയ, നല്ല സുഖം അല്ലേ? തേണ്ടേ കേശിക്കുട്ടനും അമ്മയും നല്ല, അതായത് മുളന്തോട്ടം, നല്ല ഇഷ്ടം. മുളം കാടെന്ന് പറയാൻ പറ്റില്ല, കാടിനകത്ത് മനുഷ്യർക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് മനുഷ്യർക്കൊക്കെ വന്ന് ഇരുന്ന് തണുപ്പത്തിരുന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. മുളയും അതിനിടയ്ക്കിടയ്ക്ക് കൊച്ചു ഊഞ്ഞാലികളെ ഏർമാടം പോലും മേളിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറാൻ പറ്റുന്നവർക്ക് കയറാം, നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറ്റുന്നില്ല. കേശുവിന് ഇതിലെ കൂടെ ഇറങ്ങി ഓടാൻ വേണ്ടിയാണ് കേശു കിടന്ന് കളിക്കുന്നത്. കേശുവിന് ഇതിലെ വിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കേശുവിനെ ഇട്ട് നോക്കട്ടെ. ഷൂ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. കേശുവല്ലേ നടക്കട്ടെ. പിന്നെ ഞങ്ങളെല്ലാവരും, അതായത് ഞാനും മക്കളും കൂടെ വന്നേക്കുന്നത്. ഇവിടെയൊക്കെ വന്നിരിക്കാമല്ലോ, ഇവിടെയൊക്കെ ഇരുന്ന് കാണാമല്ലോ എന്നൊക്കെ നടക്കുവാണേ. കുഴപ്പമില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല സുഖം. അതായത് നമുക്ക് വല്ല വെള്ളമോ അതും ഇതുമൊക്കെ കൊണ്ട് ഇവിടെ വെച്ച് കുടിച്ച് എടുത്തും പിടിക്കുക. ഞങ്ങൾ പക്ഷെ പെട്ടെന്ന് പോകുന്ന പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും പോകുന്നില്ല. ഒന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു വന്നു. കുറച്ച് നല്ല തണുപ്പ്, നല്ല രസമുണ്ട്, നല്ല തണുപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ, നമ്മുടെ അടുത്താന്ന് പറഞ്ഞിട്ടും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കേശുക്കുഞ്ഞുണ്ട്, ഇത് അടക്കം എല്ലാം കാണിച്ചുകൊണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അതേസമയം ഈ, അതായത് കോട്ടയത്തും ഏറ്റുമാനൂരൊക്കെ ഉള്ളവർക്ക് ഉള്ളവരൊക്കെ ഇവിടെ വന്ന് കാണും. നമ്മളൊന്നും ഇവിടൊന്നും വന്നിട്ടില്ല, നമ്മൾ അറിയത്തില്ലായിരുന്നു. അബി എങ്ങനെയുണ്ട്? അബി ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കടകളൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. നല്ല മീനച്ചിലാറും സൈഡിൽ കൂടെ ഒഴുകുന്നു, എല്ലാം കൂടി നല്ല രസമുണ്ട്. ഇത് കണ്ടോ, മീനച്ചിലാറാണ് ഈ കാണുന്നത്. മീനച്ചിലാറിൻ്റെ കരയിലാണ് ഈ പറഞ്ഞ തണലോരം ഉള്ളത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സമയവും പോകും, ഒരു മൈൻഡ് ഭയങ്കര റീഫ്രഷ്മെൻറ്റാണ്. നിങ്ങളൊക്കെ ഇതിലെ വരണം കേട്ടോ. കണ്ടോ, ഹായ്, ഇത്ര മനോഹരമായ സ്ഥലം. ഒറ്റച്ചനെയും കുഞ്ഞിനെയും കൂടെ അമ്മ ആട്ടുന്ന. ഓണത്തിന് ഊഞ്ഞാലും ആടിയില്ല, അതിന് വരുന്നുണ്ട് ഇവിടെ ഊഞ്ഞാലും ആടാം. അതെ, വിഷുവിനും ആടിയില്ലേ. കരച്ചിൽ കേൾക്കാനുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, കേൾക്കാം. ഏഴാമ്പലം ഒക്കെ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. തണലോരത്ത് നിന്നുകൊണ്ട് കേശു ആണ്ടൊക്കെ പറയുക. കേശുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇവിടെ. ഞങ്ങളുടെ പേരമ്മ പറയുന്നു, പ്രേമിച്ച് നടക്കുന്നവരാണെങ്കിൽ പ്രേമിച്ച് നടക്കുന്നവർക്ക് ഇവിടെ വന്ന് പ്രേമിച്ച് നടക്കാൻ പറ്റിയ സ്ഥലമാണെന്നാ പറയുന്നത്. ആണോ വരമേ? ഒന്ന് പ്രേമിച്ചാലോ? അതിന് ഞായറാഴ്ചയല്ലേ, ഉച്ച കഴിയും എല്ലാവരും. വളരെ നല്ലൊരു സ്പോട്ടാണ്. ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാം, ലവേഴ്സുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാം. എൻട്രി ഫീസോ പാസോ ഒന്നുമില്ല. സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് കടയും ഉണ്ട്. ഇത്തിത്താനോ പാമ്പിനൊക്കെ ഇവിടെ വന്ന് കിടക്കാൻ മേലായിരുന്നു. പേരമ്മ ഉദ്ദേശിച്ചത് ഏത് ടൈപ്പ് പാമ്പിനെയാ? പാമ്പുകൾ 2 തരമുണ്ട് അല്ലേ അമ്മേ? ഞാൻ ഇരുന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിവിടെ വരുന്നവരെ തട്ടാവല്ലോ അല്ലേ? തണുപ്പാ, ഇവിടെ നല്ല രസമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് അവിടെ കടകളുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്നാക്സ് ആൻഡ് കൂൾ ഡ്രിങ്ക്സ് എന്ന് അങ്ങോട്ടൊന്ന് കാണിക്കുന്നുണ്ട്. 2 പേര് തപ്പിപ്പോയിട്ടുണ്ട്, ഇതുവരെ ഇങ്ങ് എത്തിയില്ല.
വേരമയ്ക്ക് പറ്റിയ പ്രായമാണ്. 74 ഒരു തിരിഞ്ഞോട്ടം. ഓടുവാ. പിന്നെ വീഴൊന്നുമില്ല. നമ്മൾ ഈ സ്ഥലത്തിന്റെ പോസിറ്റീവിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇതിന്റെ നെഗറ്റീവാ മുഴുവൻ പറയുന്നത്. ആണ്ട ചൊറിയുന്നു. തരിവല്ലോ ആയിരിക്കും. അത് പിടിക്കാത്തവർക്ക് ഇവിടെ വന്നാലേ പ്രശ്നമാണ്. അപ്പം സകുടുംബം ചാനലിൽ കാണുന്ന എല്ലാ ആൾക്കാരും ആനന്ദ് സന്തോഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണാം, അഭിഷേക് സന്തോഷം യൂട്യൂബ് ചാനൽ. ചുമ്മാതാ ഗൈസ്, പെയ്ഡ് പ്രൊമോഷൻ. പിന്നെ നമ്മളിവിടെ പെയ്ഡ് പ്രൊമോഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ പെയ്ഡ് ആയിട്ടല്ലേ അമ്മേ? എല്ലാം പെയ്ഡല്ലേ, നിങ്ങളെ കൊണ്ടുവന്ന എല്ലാം പെയ്ഡല്ലേ. എല്ലാം ഇവിടെ നേരെ മേത്തല്ല. പിള്ളേര് മണ്ണി കളിച്ച് വളരണം. അവൻ വീഴും തോറും അവൻ ശരിയാവും. അതുകൊണ്ടല്ലേ ഞാൻ മിണ്ടായിരിക്കുന്നത്. ഇനി ഇതിന് താഴെ കമന്റ് വരും, ആർക്കും കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല, കൊച്ചിനെ നോക്കാൻ പറ്റില്ലേ. അവനെ അതുകൊണ്ടാണ് ഇത്രയും സ്ഥലത്ത് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അമ്മ ആണ്ടമ്മ കാട്ടി പോന്നമ്മേ. അഭിജൻ ഇത് പിരിച്ച് അഭിജോ പേരമ്മ ഒരു പോസിറ്റീവ് പറഞ്ഞിരിക്കുകയാണ്, ഓടിയില്ലാന്ന്. ഇത്ര നേരത്തിനിടയ്ക്ക് ഒരു പോസിറ്റീവ് എങ്കിലും പറഞ്ഞല്ലോ. പിന്നെ വീഴും. കാണാൻ വന്നത് കേശുക്കുട്ട ഓടുവാ. കേശുക്കുട്ട ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിയർ ബൈയിലായോ ഞങ്ങള് പലിശക്കാട് കുട്ടാപ്പി കുടമല്ലായിരുന്നോ കഴിഞ്ഞ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അമ്പലത്തിന്റെ അടുത്ത് തന്നെയാ, ഒത്തിരി ദൂരം ഇല്ല. കുറച്ച് ഞങ്ങളുടെ എന്റെ അച്ഛന്റെ പെങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അമ്പാട്ടിട ഫോട്ടോ അവിടെ അവിടെ ഇപ്പൊ എന്തുണ്ടല്ലോ കൊയ്ത്തെല്ലാം കഴിഞ്ഞല്ലോ. അതിന്റെ അക്കരെ ഭാഗത്ത് അമ്മ വീട്. എവിടെ പേരമ്മ? അവിടെ ഒരു കടയില്ലേ, അവിടുത്തെ മെയിൻ ആൾക്കാരാണ് ഞങ്ങൾ. കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും കണ്ടോ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ തേണ്ട ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു കടയുണ്ട്, ബോട്ടിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ അടച്ചേക്കുക. സൺഡേ ആയതുകൊണ്ട് വലിയ ആളും ബഹളം ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം കടയെല്ലാം ക്ലോസ് ചെയ്തേക്കുവാണ്. പരിപാടി ഉണ്ടായിരുന്നത് കാരണമാണ് ഇല്ലാതെ പോയത്. എന്ത് രസമാണെന്നറിയാമോ ഇവിടോട്ടൊക്കെ വരാനായിട്ട്. നിങ്ങളും ഇങ്ങനെയൊക്കെ വരണം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബൊക്കെ മനസ്സിലാകത്തുള്ളൂ. വള്ളങ്ങളൊക്കെ ഇരിക്കുന്നു. എന്ത് രസമാണെന്ന് നോക്കി ഇവിടെ. ഒരു രക്ഷയില്ല, നല്ല തണുപ്പും തണലും. ഞാൻ ഊഞ്ഞാല കയറിയിരുന്നു, നാടട്ടെ. ഒരുപാട് കാലത്തേക്ക്. ഹായ് 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 കണ്ടിട്ട് സൂപ്പർ. നമ്മളിവിടെ ഇപ്പോഴാണ് കണ്ടത്, ബോട്ട് വള്ളം എല്ലാം ഉണ്ട്. പേരമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പേരമ്മയ്ക്ക് ഒന്നും ഇഷ്ടമല്ല. പേരമ്മയ്ക്ക് ഇങ്ങനെ ചുമ്മാ അല്ല വരുമേ, ഇതൊന്നും അത്ര വലിയ പേരമ്മയുടെ ഞങ്ങൾ കൊണ്ട് നെല്ല് കുത്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, ആമ്പാട്ടടയിൽ കൂടെ കണ്ടത്തിൽ കൂടെ നടന്നിട്ട് തോട്ടിക്കുന്നു. അവിടെ വള്ളം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ വള്ളത്തേലോട്ട് നെല്ല് വെക്കും. അത് വലിച്ച് കരക്ക് അടുപ്പിച്ചിട്ട് നെല്ല് വെച്ചിട്ട് കയറങ്ങ് വരെ ഉണ്ട്, അക്കരെ വരെ. അതിങ്ങനെ വലിച്ച് അക്കരെ ചെന്ന് അടുക്കുമ്പോൾ നെല്ലെടുത്ത് താഴെ വെച്ച് നമ്മളിവിടെ. ഇതൊക്കെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നോ? ഇതൊക്കെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നേ. പക്ഷെ അംഗീകരിച്ച് തരാൻ പറ്റുന്നില്ല അല്ലേ അമ്മ? അമ്മ എങ്ങനെയെങ്കിലും അതേ കയറാനാണെന്ന് തോന്നുന്നു നോക്കുന്നത്. വള്ളക്കത്തെ കയറുന്നു അമ്മേ? അമ്മയ്ക്ക് വള്ളമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളുണ്ടോ? എനിക്ക് ഞാൻ വള്ളത്തെ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട്. താഴെ കണ്ട വെള്ളമല്ലായിരുന്നു അന്നൊക്കെ. ചെറിയ വെള്ളമുണ്ട്, പിണ്ടി വെട്ടിയിട്ട് പിണ്ടി വെള്ളമുണ്ട്. പിന്നെ പണ്ടൊക്കെ കൊയ്ത് കഴിയുമ്പോൾ കച്ചി എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് അതിങ്ങനെ ഇട്ടേക്കും. വെള്ളം പൊങ്ങുമ്പോൾ കച്ചി പോകുമ്പോൾ ഞങ്ങൾ അതിന് മേലെ കയറി അതുകൊണ്ട് കഴിഞ്ഞിട്ട് പിണ്ടിയെ പോവും. ഇല്ല ചെരുവം മേടിച്ച് ചെരുവത്തിനകത്ത് വെള്ളത്തിൽ പോകുന്നുണ്ട്.
അതൊക്കെ അന്നത്തെ കാലത്തോടൊക്കെ നല്ല രസം. ഇപ്പൊ എല്ലാവർക്കും പേടിയാ, ഇറങ്ങാൻ പേടിയാ. പേടിയല്ലേ, ഇത് ഇല്ല. ഈ പറഞ്ഞ ഐറ്റം ഒക്കെ എവിടെ ഉണ്ട്? എങ്ങും ഇല്ല. നോക്കാം. കൊച്ചച്ഛനും കേശുമോനും കൂടെ ആണ് അവിടെ. ഊഞ്ഞാലാടി നോക്കട്ടെ, പൊട്ടുവോ. ദൈവമേ. ഇല്ലടാ. പിന്നെ പോടാ മാടട്ട്. ഹായ്. അങ്ങനെ ഊഞ്ഞാലും ഒന്ന് ആടി. ഓണത്തിനാടാൻ പറ്റാഞ്ഞാല് പേടി ഇവിടെ വന്ന് തീർത്തു. പിന്നെ നമ്മുടെ ഇവിടെ വന്നപ്പോൾ കുറേ കൂട്ടുകാരെയൊക്കെ കിട്ടി. അതെ, നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാളെ കണ്ടു. രാജി ചിങ്ങവനത്ത് നിന്നെ ചേച്ചിയെ കണ്ടു. ചിങ്ങവനത്തുള്ള പിന്നെ നമ്മുടെ അവർ വീഡിയോ എടുക്കാൻ വന്നതാണ്. അവർക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ഒത്തിരി ദിവസം കൂടിയല്ലേ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അതെ, നിങ്ങളൊക്കെ ഇവിടെയൊക്കെ വരിക, കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല തോട്ടും തടാകവും തണലോരമൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ. അതായത് വെയിൽ ആറുമ്പോൾ വരണം. അതെ, നമ്മൾ വന്ന് കറക്റ്റ് ഉച്ച സമയത്തൊക്കെ പക്ഷെ നമുക്ക് ആ ഉച്ചയ്ക്ക് വന്നതിൻ്റെ ആയിട്ടുള്ളൊന്നും ഇല്ല, ഫീൽ ചെയ്യാനില്ല അല്ലേ? അതെ, ഉണ്ട്. അവിടെ കണ്ട് ഇരിക്കാനായിട്ടൊക്കെ ഓലക്കുട വെച്ചിട്ട്, ഓല മേഞ്ഞിട്ടുള്ള കൂടാരം പോലൊക്കെ ഉണ്ട്. അതൊക്കെ നീ വീട്ടുകാരുടെയൊക്കെ ഭാഗ്യം, അവർക്കല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ വെള്ളം കയറുമോയെന്ന് അറിയത്തില്ല കേട്ടോ ഇവിടെയൊക്കെ. പക്ഷെ നല്ലൊരു സ്ഥലം. ഇതും കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇനി വീട്ടിലോട്ട് പോകണം. ഇടയ്ക്ക് വല്ല നിർത്തി വല്ല വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ടാറ്റാ.